നമ്മൾ ഈ മഞ്ഞിൻ്റെ നടുവിൽ നിൽക്കുന്നത് എവിടെയെന്ന് മനസ്സിലായോ? അതിരപ്പള്ളിയിലെ സ്നോ പാർക്കിലാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ ബിനാട്ടം മഞ്ഞ് വാരിയിട്ട് എറിയണ്. നല്ല സ്ഥലമാണ് കേട്ടോ. ഇനി ഇതുപോലെ മഞ്ഞൊക്കെ ആസ്വദിക്കാനായിട്ട് ദൂരെ എവിടേക്കും പോകണ്ട കേട്ടോ. അതിരപ്പള്ളിയിലെ സ്നോ പാർക്കിലുണ്ട്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികൾക്കാണെച്ചെങ്കിലും DJ ഡാൻസ് ഉണ്ട്. എല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരുപാട് ഫാമിലികളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടോ. ഒരുപാട് നല്ല ഓർമ്മകളായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ കാണാൻ. ഞങ്ങൾ കുറേ കളിച്ചു. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമായിരുന്നു. ഞാനവിടെ മഞ്ഞിലൂടെ കുറേ നേരം നടന്നു. നല്ല തണുപ്പായിരുന്നു കൊണ്ട് നല്ല രസമായിരുന്നു നടക്കാൻ. അതിലൂടെ ഞാൻ കുറേ നേരം നടന്നു. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. കുട്ടികൾക്കൊക്കെ കളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇതായിരുന്നു കേട്ടോ. ഞാനതുമ്മ കയറിയിരുന്നു. നല്ല തണുപ്പായിരുന്നു. കുറച്ച് നേരം ഞാൻ അതിലൊക്കെ ഇരുന്നു. സെൽഫിയൊക്കെ എടുത്തു. അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ വിനേട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ പിന്നെ അവിടെ കളിക്കാൻ കുട്ടികൾക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ കളിക്കണതൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പ്. നല്ല തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാലൊക്കെ നല്ല തണുത്ത് വായിന്നൊക്കെ പുക വരിക. കുട്ടികളൊക്കെ കണ്ടാൽ നല്ല കളിയാണ് കേട്ടോ. ഇവിടെ കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിലവരൊക്കെ കളിക്കുന്നുണ്ട്. ഞങ്ങളവിടെ എല്ലാ സ്ഥലങ്ങളും നടന്ന് കണ്ടു. നല്ല രസമായിരുന്നു. പിന്നീട് അതാ വീഡിയോസുകൾ കുറേ എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ നേരം കണ്ടു വന്നപ്പോഴേക്കും DJ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളും ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഒരുപാട് പേരുണ്ടായിരുന്നു കളിക്കാൻ അവിടെ. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി കളിച്ചു. ഞങ്ങൾ ലാസ്റ്റാണ് കേട്ടോ DJ അവിടെ. അതിരപ്പള്ളിയിൽ വരുന്നവരെല്ലാവരും ഈ വഴിക്കൊന്ന് വരുമ്പോൾ അതിലെ കയറുക. നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞു. ബൈ.